മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്യുന്നതിനെ അധിക്ഷേപിച്ച സമാജ്വാദി പാർട്ടി എം പി അഫ്സൽ അൻസാരിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. മഹാകുംഭത്തിൽ ഒരാൾ കുളിച്ചാൽ അയാൾ പാപങ്ങൾ കഴുകി ശുദ്ധനാകും എന്നാണ് പറയപ്പെടുന്നതെന്നും പിന്നാലെ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുമെന്നും അങ്ങനെയാണെങ്കിൽ കുംഭമേള കഴിഞ്ഞാൽ നരകത്തിൽ ആളുണ്ടാകില്ല എന്നും സ്വർഗം ആളെ കൊണ്ട് നിറയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അതായത് ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പുണ്യവുമായ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിലെ പുണ്യസ്നാനവുമായി ബന്ധപ്പെട്ടാണ് അഫ്സൽ അൻസാരി ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12-ന് ഷാദിയാബാദിൽ നടന്ന പൊതുപരിപാടിക്കിടെയായിരുന്നു ഹൈന്ദവ വിശ്വാസങ്ങളെ അദ്ദേഹം പരിഹസിച്ചത്. ഇതോടെ എം പിയുടെ പ്രസംഗത്തിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് ഭൂത്പൂർ സ്വദേശിയായ ദേവ് പ്രകാശ് സിംഗ് നൽകിയ പരാതിയിലാണ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതേസമയം ഇത് ആദ്യമായിട്ടല്ല അഫ്സൽ അൻസാരി കുംഭമേളയെ അവഹേളിക്കുന്നത്. സന്യാസിമാർക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയതിന് ഷാദിയാബാദ് പോലീസ് സ്റ്റേഷനിൽ അഫ്സൽ അൻസാരിക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. കുംഭമേളയ്ക്കായി ഒരു ട്രെയിൻ നിറയെ കഞ്ചാവ് അയക്കണം എന്നായിരുന്നു അന്ന് എം പിയുടെ പരാമർശം. ഇതിനിടെ മഹാകുംഭമേളയിൽ മുങ്ങിയാൽ പട്ടിണി മാറുമോ എന്ന് കളിയാക്കിയ ഇന്ത്യ സഖ്യം പോലും ഇപ്പോൾ കുംഭമേളയെ അനുകൂലിക്കുന്ന നിലപാടിൽ എത്തി നിൽക്കുകയാണ്. എല്ലാ ജനങ്ങൾക്കും പുണ്യസ്നാനം ചെയ്യാൻ മഹാകുംഭമേള നീട്ടണം എന്നായിരുന്നു ഇന്ത്യ സഖ്യ നേതാവ് സമാജ്വാദ് പാർട്ടി എസ് പി തലവൻ അഖിലേഷ് യാദവ് ഉത്തർപ്രദേശ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. 30 കോടി ആളുകളെ പ്രതീക്ഷിച്ചെടുത്തിപ്പോൾ 50 കോടി ആളുകൾ എത്തിക്കഴിഞ്ഞുവെന്നും ഇനിയും ജനകോടികൾ ഒഴുകുകയാണ്. ഇന്ത്യ ഭക്തിയുടെ കൊടുമുടിയിലേക്കും പാരമ്പര്യത്തിലേക്കും ലോക സംഗമത്തിനും കൂടി സാക്ഷിയാകുമ്പോൾ മഹാകുംഭം പല രാഷ്ട്രീയ നേതാക്കളുടെയും മനസ്സ് മാറ്റാൻ കാരണമായി. കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഭാര്യയ്ക്കൊപ്പം സ്നാനം ചെയ്തത്. ഇനിയും പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ധാരാളം ഭക്തജനങ്ങൾ റോഡുകളിലുണ്ടെന്നും അതിനാൽ മഹാകുംഭം നീട്ടണം എന്നുമായിരുന്നു അഖിലേഷ് യാദവ് വ്യക്തമാക്കിയത്. മുൻ വർഷങ്ങളിൽ മഹാകുംഭവും കുംഭമേളയും 75 ദിവസം നീണ്ടുനിന്നിരുന്നു. എന്നാൽ നിലവിലെ ഷെഡ്യൂൾ ചെറുതാണെന്നായിരുന്നു യാദവ് അവകാശപ്പെട്ടത്. ഇപ്പോഴും പലരും മഹാകുംഭത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ മഹാകുംഭത്തിന്റെ സമയപരിധി നീട്ടണം എന്നായിരുന്നു യാദവ് വ്യക്തമാക്കിയത്. സോഷ്യൽ മീഡിയയിലെ ദൃശ്യങ്ങൾ നിറഞ്ഞ തീവണ്ടികളും തിരക്കേറിയ റോഡുകളും വൻ ജനക്കൂട്ടവുമെല്ലാം മഹാകുംഭത്തിലേക്ക് പോകുന്നതായി തന്നെ കാണിക്കുന്നു. ഈ ആഴ്ച ആദ്യം മഹാകുംഭമേളയിലേക്ക് നയിക്കുന്ന റോഡുകളിൽ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. ജനത്തിരക്ക് കാരണം പ്രയാഗ്രാജ് സംഗമം പോലും റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലികമായി അടച്ചിടാൻ നിർബന്ധിതനായി എന്നാണ് വിവരങ്ങൾ. അതേസമയം വെള്ളിയാഴ്ച വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് 50 കോടിയിലധികം ആളുകൾ മഹാകുംഭമേളയിൽ വിശുദ്ധ സ്നാനം അനുഷ്ഠിച്ചെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ നൽകുന്ന വിവരം. മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവൽക്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഒരുക്കങ്ങൾ നടത്തപ്പെടുന്നത്. ഏകദേശം 4000 ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്നാനഘട്ടങ്ങളുടെ നീളം 8 കിലോമീറ്ററിൽ നിന്നും 12 കിലോമീറ്റർ ആയിട്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 1850 ഹെക്ടറിലാണ് പാർക്കിംഗ് സൗകര്യമടക്കം ഒരുക്കിയിരിക്കുന്നത്. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി പോകുന്ന ആളുകളുടെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുകയാണ്. കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളുടെ തിരക്ക് കാരണം പ്രയാഗ്രാജിലേക്കുള്ള റോഡിൽ കിലോമീറ്ററുകളോളം ദൂരത്തിലാണ് ഗതാഗതം തടസ്സപ്പെടുന്നത്. യാത്രക്കാരുടെ എണ്ണമാകട്ടെ ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന് പ്രയാഗ്രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിടുന്നതായിട്ടാണ് ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുകയും ചെയ്തത്. അതായത് കുംഭമേളയിലെ തിരക്കാണ് ഇപ്പോൾ ഏറെ വന്നിരിക്കുന്നത്. നിരവധി ഭക്തരാണ് അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.